ഹലോ ഫ്രണ്ട്സ്, ഇന്ന് MEG 7 ബ്ലോക്ക് 6 ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ബ്ലോക്ക് 5 വരെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണണം. ബ്ലോക്ക് 6ൻ്റെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്, ഒരു ബ്ലോക്കാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ അധികം ഷോർട്ട് സ്റ്റോറീസ് ഇതിലുണ്ട്. ആ ഷോർട്ട് സ്റ്റോറീസൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രം തന്നെ നിങ്ങൾക്ക് എല്ലാതും കവർ ചെയ്ത് പഠിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. ഈസി ആയിട്ടുള്ളൊരു ബ്ലോക്കാണ്. സോ ലെറ്റ്സ് ബിഗിൻ. R.K. Narayan's An Astrologer's Day. The astrologer of R.K. Narayan's An Astrologer's Day is a study in contradiction. A man who wears his profession like a costume, yet lives with the weight of a secret that could undo the fragile facade he has built. He is introduced to us through the bustling market of Malgudi, a figure draped in a saffron-colored turban, his forehead smeared with sacred ash and vermilion, his eyes sparkled with a sharp, abnormal gleam that customers mistake for prophetic light. This visual cue tells us that he is a performer, a man who knows how to market mystery. He has mastered the art of a dozen answers and advices that keep his clients coming back, and he does so with a practiced nonchalance. He never opens his bag for at least 10 minutes, giving himself just enough time to read the nervous gestures of those who sit before him. In this way, he is classic Charlton, a small-town trickster who thrives on the hopes and anxieties of ordinary folk. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ്, ഒരു സ്റ്റോറിയാണിത്. അസ്ട്രോളജർ ആയിട്ടുള്ള R.K. നാരായൺ എഴുതിയിട്ടുള്ളതാണിത്. അദ്ദേഹത്തിൻ്റെ ദ അസ്ട്രോളജർ ഓഫ് R.K. നാരായൺസ് ആൻഡ് അസ്ട്രോളജേഴ്സ് ഡേ. ഇത് അസ്ട്രോളജേഴ്സ് ഡേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ ഒരു കാര്യം. ഈ അസ്ട്രോളജി ചെയ്യുന്ന ഈ ഒരു വ്യക്തി, അസ്ട്രോളജറിൻ്റെ പേര് നമുക്കിവിടെ പഠിക്കാൻ ഇല്ല, പേര് തന്നിട്ടില്ല. അപ്പോൾ പേരറിയാത്തൊരു വ്യക്തിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അസ്ട്രോളജർ തന്നെയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ശരിക്കും ഒരു അസ്ട്രോളജർ ഒന്നും അല്ല, പക്ഷേ മറ്റുള്ളവരെ കബളിപ്പിക്കാനായിട്ട് അദ്ദേഹം ഭസ്മൊക്കെ തൊട്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സാഫ്രോൺ കളറുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് അദ്ദേഹം ഒരു സന്യാസി ലുക്ക് അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറിൻ്റെ ലുക്കിലൊക്കെയാണ് അദ്ദേഹം നടക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് പേടിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ബാഗ് പോലും ഒരു 10 മിനിറ്റ് നേരം ഓപ്പൺ ചെയ്ത് വെക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് മറ്റുള്ളവർ അറിയാതിരിക്കാനായിട്ട് അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതേസമയം വില്ലേജിലാണിത്. പാവപ്പെട്ട ആൾക്കാരുടെ ഒരു ഗസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇദ്ദേഹം ഏകദേശം ഒരു രൂപം വെച്ച് ഇങ്ങനെ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്യൂട്ടി. ഇത്രയും ക്ലിയർ ആയില്ലേ? Yet the story peels back this veneer to reveal a more human, if morally ambiguous core. The astrologer is not merely a fraud. He is also a man haunted by a past act of violence. He left his village without any previous thought or plan, fleeing after a stabbing that left a man for dead. The memory of that night clings to him, and his decisions to become an astrologer was less a career choice than an act of self-preservation. When Guru Nanak appears, the astrologer's composure cracks. The match light that illuminates Nayak's face also exposes to terror in the astrologer's own eyes, and his voice becomes shaky, almost faint. In that moment, we see a man confronting the ghost he has tried to outturn. Forced to improvise a story that will keep his secrets safe. ഈ അസ്ട്രോളജർ ആരായിരുന്നു എന്നൊരു ചോദ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ബിഹൈൻഡ് സ്റ്റോറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് ലൈഫുണ്ട്. അദ്ദേഹം അങ്ങനെ അത്രയും നല്ലൊരു മനുഷ്യനൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം വയലൻസൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു മനുഷ്യനെ സ്റ്റാബ് ചെയ്യുകയാണ്, പിന്നീന്ന് കുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരാൾ മരിച്ചു.
ആ മരിച്ചതിൽ ഇദ്ദേഹത്തിന് വളരെ പെട്ടെന്നൊരു ഷോക്ക് പോലെയായി. അത് അപ്രതീക്ഷിതമായിട്ട് കൊല്ലേണ്ടി വരികയായിരിക്കണം. ആ ഒരു കഥ നമുക്ക് പഠിക്കാനില്ല കേട്ടോ അവിടെ. അങ്ങനെ അവിടെ നിന്നും ഇദ്ദേഹം രക്ഷപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് അസ്ട്രോളജർ ആകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു കള്ള അസ്ട്രോളജറായിട്ട് ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ എന്താ പറയുക, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയില്ലേ, ആ രൂപേണ അവിടെ ഗുരുനായിക് എന്ന് പറയുന്ന ഒരു വ്യക്തി വരികയാണ് ചെയ്യുന്നത്. ഗുരുനായകിൽ നിന്നും ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓൾറെഡി ഇവനെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഇവനെ കുറിച്ചിട്ട് തുറന്നടിച്ച് ചോദിക്കുകയും പറയുകയും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളും രൂപവും പാസ്റ്റും ഒക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് ഈ അസ്ട്രോളജറിന് ആകെ ബ്രേക്ക് ഡൗൺ ആയി. അദ്ദേഹം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലോട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സീക്രട്ട് പരമാവധി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Narayan also gives the astrologer a domestic side that deepens our feeling for him. After tense exchange with Nayak, the astrologer returns home to his wife, who waits anxiously. He confesses, "All these years I thought the blood of a man was on my hands," and his relief at learning that his victim is survived is palpable. This confession, delivered in the quiet intimacy of their home, humanizes him. He is not a monster, but a frightened individual who has built a life on lies to escape his past. His love for his wife and his desire to protect her from his dark history add a layer of pathos that tempers any outright condemnation. ഇവിടെ നാരായൺ അസ്ട്രോളജറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വയലൻസും കാര്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണെങ്കിലും ഒരു അസ്ട്രോളജറിൻ്റെ വേഷം ഇട്ടൊരു കള്ള സന്യാസി അല്ലെങ്കിൽ കള്ള ഒരു അസ്ട്രോളജറായിട്ട് ഇങ്ങനെ നടന്നിരുന്നെങ്കിലും അദ്ദേഹം ഡീപ്പ് ഡൗൺ ഒരു പാവം മനുഷ്യനാണ്, വളരെയധികം സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് സംസാരിക്കുന്ന ആ രീതിയിലാണ്. അദ്ദേഹം ഒത്തിരി വൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മുഖേന അവൾക്കൊരു സങ്കടം വരാതിരിക്കാനായിട്ടുള്ള ഒരു കൺഫെഷൻ അവൻ നടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ളൊരു ബോണ്ടാണ്. മീൻസ് ക്ലിയർലി ഒരു ഹ്യൂമൻ ലവ് എല്ലാം ഉള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിന്. മീൻസ് ജസ്റ്റ് കള്ളൻ എന്നുള്ളൊരു വാക്ക് കൊണ്ടൊന്നും നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരാളല്ല ഈ ഒരു അസ്ട്രോളജർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭയത്തെ നമുക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. ഇത്രയ്ക്കും വർഷകാലം അദ്ദേഹം മൂടിവെച്ച ഒരു സത്യം അത് ഗുരുനായിക് വഴി പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ആ ഒരു സത്യം പുറത്തേക്ക് വെളിപ്പെട്ടു എന്നുള്ള ആ ഒരു പേടിയും അദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. The story therefore elicits a complex mixture of sympathy and anger. On one hand, the astrologer's deceit is obvious. He preys on the vulnerable, offering vague assurance for a fee, and he manipulates truth to preserve his own safety. The reader can feel a flash of irritation at his exploitation of the townspeople's superstition. On the other hand, the glimpse of his guilt, his fear of being discovered, and his ultimate vulnerability when faced with his past evoke a profound sympathy. Narayan does not let us settle into simple judgment. Instead, he asks us to recognize the humanity behind the charlatan's mask. In the end, the astrologer is a figure both pitiable and culpable. A man whose survival has come at the cost of others' trust, and whose brief moment of honesty leave us more compassionate than angry. ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ രണ്ട് തരം ഫീലിങ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. മിക്സ്ചർ ഓഫ് ഫീലിങ്സ് ആണ് അത്. ഒന്ന് സിമ്പതിയും രണ്ട് ദേഷ്യമാണ്. സിമ്പതി വരാനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യം നമ്മൾ പറയുന്നത് ആങ്കറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് തെറ്റാതിരിക്കാനാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്.
ഓൺ വൺ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ടല്ലോ, ആ ദേഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഈ സ്റ്റോറി നമ്മൾ വായിക്കുമ്പോഴല്ലോ അദ്ദേഹം ഈ പാവപ്പെട്ട ഈ വില്ലേജിലത്തെ ആൾക്കാരെ പറ്റിക്കുകയും അവരെക്കുറിച്ച് മീൻസ് അവരുടെ ആ ഒരു ഗസ്റ്റേഴ്സും കാര്യങ്ങളും അനുസരിച്ച് ഇദ്ദേഹം വെറുതെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് പിന്നെ പൈസയും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് പൈസയും കളക്ട് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ അവരുടെ സൂപ്പർസ്റ്റിഷൻ ഒരു മുതലാക്കുന്നത് കാണുമ്പോൾ നമുക്ക് വായനക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇറിറ്റേഷനാണ് ഫീൽ ചെയ്യുക. അതേസമയം ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു സിമ്പത്തറ്റിക് വേ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ എല്ലാ സത്യങ്ങളും ഗുരുനായകിൽ കൂടെ വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ടുള്ള ആ ഒരു സംസാരവും വൈഫിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ലവ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആൻസൈറ്റി, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനോട് സിമ്പതി തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 3 നിന്നുമാണ്. ദി ഓൺലി അമേരിക്കൻ ഫ്രം ആ വില്ലേജ് ബൈ അരുൺ ജോഷി. ഈ ഒരു വലിയ പാരഗ്രാഫ് കണ്ടിട്ട് ആരും ഞെട്ടും പേടിക്കൊന്നും വേണ്ട. ചെറിയ ഒരു സ്റ്റോറിയാണിത്, വളരെ സിമ്പിളായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സമ്മറി ഞാൻ പറഞ്ഞു തരാം, അതിനുശേഷം വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പൂവർ വില്ലേജറായിട്ടുള്ള ഒരു കുന്ദൻലാൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് കണ്ണൻ. ഈ കണ്ണ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുന്ദൻലാൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിച്ച് വളർത്തി ഇവനൊരു ഡോക്ടറാക്കുന്നത്. അതിനുശേഷം കണ്ണ അമേരിക്കയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് കണ്ണ മാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നീട് അദ്ദേഹം കണ്ണ എന്ന് പറയുന്ന മകൻ ഇവൻ്റെ അച്ഛനെ മറക്കുകയാണ് ചെയ്യുന്നത്. ആ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മറക്കുക. അതുമാത്രമല്ല തൻ്റെ ഫാദറിനെ ഒന്ന് അമേരിക്കയിലോട്ട് കൊണ്ടുവരാനൊന്നും ഇദ്ദേഹം ശ്രമിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിലൊന്നും. ഇവിടെ ആകട്ടെ ഫാദർ കുന്ദൻലാൽ ആകട്ടെ അദ്ദേഹത്തിൻ്റെ വില്ലേജിലുള്ള എല്ലാവരോടും തൻ്റെ മകനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറയുകയും നമ്മളുടെ വില്ലേജിൽ നിന്ന് ആകെപ്പാടെയുള്ളത് അമേരിക്കയിലോട്ട് പോയത് എൻ്റെ മകനാണെന്നുള്ള ഒരു വലിയ പ്രൗഡിലായിരുന്നു അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം വെറുതെ ആയി എന്ന് പിന്നീടൊരു നിരാശയിലോട്ട് വരുന്ന ഒരു കുന്ദൻലാലിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വായിച്ച് കൂടുതലായിട്ട് പഠിക്കാം. The story is told by an unnamed narrator who watches the life of Kundanlal, the poor villager, and his son Dr. Kanna, who has moved to America. Kundanlal is proud of his son's success. He talks about Dr. Kanna's degrees and his life abroad to anyone who will listen, even to the people who sleep in the village square. This pride makes him ignore the fact that his son never sends the promised airplane ticket, and it also stops him from showing disappointment when the ticket never arrives. When Kundanlal becomes ill, he accepts that his son cannot come, as if the distance is normal. ഇവിടെ കുന്ദൻലാൽ എന്ന് പറയുന്ന വ്യക്തി, ദ സ്റ്റോറി ഈസ് ടോൾഡ് ബൈ ആൻ അൺനെയിംഡ് നരേറ്റർ. അപ്പോൾ ഇവിടെ നരേറ്ററിൻ്റെ പേര് വ്യക്തമാക്കുന്നില്ല. കുന്ദൻലാൽ എന്ന് പറയുന്ന ഒരു പുവർ വില്ലേജർ അദ്ദേഹത്തിൻ്റെ മകനെ ഒരു ഡോക്ടറൊക്കെ ആക്കി, കണ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനെ ഡോക്ടറൊക്കെ ആക്കി അമേരിക്കയിലോട്ട് അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് മകൻ ഒരു പ്രോമിസ് ചെയ്തിരുന്നു, ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ ഫാദറിന് ഒരു എയർപോർട്ട് ടിക്കറ്റൊക്കെ അയച്ചു തരാം എന്ന് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. പിന്നീട് അത് അവിടെ എത്തിയതിന് ശേഷം മകൻ മറക്കുകയാണ്. അതിനെപ്പറ്റിയൊന്നും ഇവിടെ ഫാദർ വറീഡല്ല, കുന്ദൻലാൽ വറീഡല്ല. കാരണം അവന് അത്രയധികം സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ആൾ അമേരിക്കയിലോട്ട് പോകുന്നത്, അതും തൻ്റെ മകനാണ്. അപ്പോൾ ഈ എന്താ പറയുക, വില്ലേജിൽ അവിടെ ഇവിടെയൊക്കെ ഉറങ്ങുന്ന ആൾക്കാർ പോലും ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും മരത്തിൻ്റെ ചുവടെയൊക്കെ. അവരെ പോലും വിളിച്ചുണർത്തി അദ്ദേഹത്തിൻ്റെ മകൻ്റെ കഥകൾ, മകൻ അവിടെ സന്തോഷമാണ് എന്ന് വെൽ സെറ്റിൽഡായി എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് വയ്യാതാകുന്ന ഒരു സ്റ്റേജിൽ പോലും അദ്ദേഹം ഒരിക്കലും മകനെ ബ്ലെയിം ചെയ്യുന്നില്ല, അവൻ വരാത്തതിനോ കാണാത്തതിനോ ഒന്നും തന്നെ. അവൻ പറയുന്നത് അവന് വരാൻ പറ്റില്ല എന്നുള്ളത് ഒരു നോർമലൈസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇതൊക്കെ എടുത്തിരിക്കുന്നത്. Dr. Kanna's behavior shows more than just pride. He seems to have left his
past behind, chasing the American dream. He enjoys the respect and material comforts he has earned, and he does not want to be reminded of his humble roots. When he returns to the village, he brings gifts, expensive tiles, records, razors, that are useless to the villagers. Joshi uses these gifts to highlight the theme of materialism. The things that look valuable in America are of little use in the simple life of the village. The narrative suggests that Dr. Khanna's focus on wealth and status is a shallow goal that does not bring real happiness. ഡോക്ടർ കണ്ണ എപ്പോഴോ വില്ലേജ് ഇങ്ങനെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം വില്ലേജിലുള്ള ആൾക്കാർക്ക് നമ്മളിങ്ങനെ എവിടെയൊക്കെയൊക്കെ പോയി വരുമ്പോൾ അബ്രോഡിൽ നിന്നൊക്കെ പോയി വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു പതിവുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് വന്നപ്പോഴും ഇദ്ദേഹം കുറേ അധികം സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ അത്രയും എക്സ്പെൻസീവ് അല്ലായിരുന്നു അമേരിക്കയിലുള്ള ഒരു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം അത്രയും സാധനങ്ങൾ ഈ വില്ലേജിലോട്ട് വന്നപ്പോൾ വില്ലേജിലുള്ള ആൾക്കാർക്ക് അത് എക്സ്പെൻസീവായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തിനാണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ മെറ്റീരിയാലിസത്തെ ഒന്ന് ബേസ് ചെയ്തിട്ടാണിത് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൈഡ് അവിടെ ചെന്നതിന് ശേഷം ആളാകെ മാറി. ആൾക്ക് ഒരിക്കൽ പോലും തൻ്റെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാനോ അതിനൊന്നും ഇഷ്ടമില്ലായിരുന്നു. വന്ന ആ വഴികളൊക്കെ മറന്ന ഒരു രീതിയാണ്. ഓക്കെ, അങ്ങനെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു സ്വഭാവഘടനയല്ല ഇദ്ദേഹത്തിൻ്റേത്. The story also explores appearance and self-importance. Dr. Khanna worries that his old neighbor, Radha Mohanji, knows too much about his past and could embarrass him. Because of this fear, he keeps Radha at a distance and avoids talking about his family. This shows how much he cares about how others see him and how he believes he is better than those who have not left the village. Connection and identity are central to the narrative. Kundanlal walks barefoot on the sand, remembering his youth and trying to hold on to his own identity, which is tied to the village and his son. He hopes his son will recognize him, but Dr. Khanna does not identify with his father's simple life. Their relationship is marked by silence and distance, a result of Dr. Khanna's desire to forget where he came from. Guilt appears at the end when Dr. Khanna meets Radhe again. The encounter forces him to look at his fate, a symbol of his humble beginnings, and he feels the weight of the years he has spent ignoring his father. His work suffers and he realizes that his academic titles and material possessions are empty without family and honesty. The story ends with a suggestion that Dr. Khanna's self-importance has left him alone, while Kundanlal, despite his poverty, retains a deeper sense of identity and connection to his village. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ നെയ്ബറായിട്ടുള്ള രാധെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, രാധെ മോഹൻജി. അവൾ വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അവളുടെ കണ്ണിൽ നിന്നും കണ്ണൻ രക്ഷപ്പെടാനായിട്ട് പരമാവധി ശ്രമിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണ് ഇവനെ എടുത്ത് വളർത്തിയതൊക്കെ. അപ്പോൾ അവളങ്ങനെ കണ്ടു കഴിഞ്ഞ് ഓടി വന്ന് ഇവനെ കെട്ടിപ്പിടിക്കും, പിന്നെ പഴയ കഥകളൊക്കെ വലിച്ചിടും. ഇതൊക്കെയായിരുന്നു അവൻ്റെ പേടി. അപ്പോൾ അവൻ ആ ഒരു പാസ്റ്റിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് ജീവിക്കാനായിരുന്നു ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദർ കുന്ദൻലാൽ വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കൂടി ഇദ്ദേഹത്തിൻ്റെ മകന് സാധിച്ചില്ല എന്നുള്ളൊരു ഫാക്ടർ ഇവിടെയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്ദൻലാലിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഒരു വില്ലേജിലുള്ള ആ പോവർ ലൈഫ് തന്നെയാണ് അദ്ദേഹം ലീഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ചെരുപ്പൊന്നും ഇടാതെ വളരെ മോശമായിട്ടുള്ള ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് തൻ്റെ മകന് അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായില്ല തൻ്റെ അച്ഛനാണ് എന്നുള്ള കാര്യം പോലും. പക്ഷെ പിന്നീട് ഒന്നും കൂടി രാധേനെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. രാധയിൽ കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും പാസ്റ്റ് മെമ്മറീസൊക്കെ ഒന്നും കൂടി
ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതും രാധയെ തന്നെയാണ്. എങ്ങനെയായിരുന്നു തന്നെ നോക്കിക്കൊണ്ടിരുന്നതെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പോലും അദ്ദേഹം ഇടാത്തത് തൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു, അത് എല്ലാം ആ സഫറിങ്സ് എല്ലാം എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അറ്റ് ദി എൻഡ് ഹി ഫീൽസ് ഗിൽറ്റി, അവന് പശ്ചാത്താപം തോന്നുകയാണ്, വിഷമം വരികയാണ് താൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ രണ്ട് ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക, മകനും അച്ഛനും തമ്മിലുള്ള ഒരു ബന്ധം. അതുപോലെ മെറ്റീരിയൽസും പൊസിഷൻസും അതുപോലെ എന്താ പറയുക, ഒത്തിരി എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ തൻ്റെ സ്വഭാവത്തിലുള്ള ഒരു മാറ്റത്തെ കുറിച്ചിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം സ്വന്തം ഫാദർ അത്ര തന്നെ സ്നേഹത്തോടെയും കരുതലോടും കൂടെ റിമെയിൻ ചെയ്യുക, അതുപോലെ വില്ലേജിനോടുള്ള ആ ഒരു സ്നേഹത്തെ കുറിച്ചിട്ടും നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു സ്റ്റോറിയാണ്, എ ട്രിപ്പ് ഇൻ ടു ദ ജംഗിൾ ബൈ മനോജ് ദാസ്. ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കുറച്ച് ഫ്രണ്ട്സ് തമ്മിൽ അവർ ഒരു ജംഗിളിലോട്ട് ഒരു ട്രിപ്പ് പോകുന്നതും അവിടെ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചിട്ടുമാണ്. എ ഗ്രൂപ്പ് ഓഫ് 5, രാജ സാഹിബ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മിറ്റി ആൻഡ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ചാക്കോഡി decides to escape into the jungle for a night of primitive indulgence. They believe that occasionally letting loose, gorging of food, drinking heavily, and giving into wild instincts can be therapeutic. Mr. Chakodi, who considers himself an expert on the subject, even gives a little lecture about the philosophy behind such a deliberate relapse into savagery before the drinking begins. ഇവിടെ നടക്കുന്ന ഒരു 5 പേര് എന്ന് പറയുന്നത് രാജീവ് സാഹിബ്, മിസ്റ്റർ മിസ്സിസ് ആയിട്ടുള്ള മിറ്റി, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ചാക്കോടി, ഇവർ 5 പേരും ഒരു ജംഗിളിലോട്ട് രാത്രിയിൽ ഒരു യാത്ര പോകാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ചെല്ലുക, എന്താ പറയുക, ഹെവിലി ഡ്രിങ്ക് ചെയ്യുക കഴിഞ്ഞാൽ നന്നായിട്ട് കുടിക്കുക, ഓവറായിട്ട് കുടിക്കുക എന്നതാണ്. അതനുസരിച്ച് ഇവർ ഭക്ഷണവും കഴിക്കണം. അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടെ അവരൊരു തെറപ്പിയാണ് ഇത് എന്നും വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ചാക്കോടി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കുടിക്കുക, അതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു പ്രസംഗം പോലെ ഇവരോട് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Alone with Shyamal, the seduces him and he goes along with it, though with an ironic smirk on his face the entire time. His attitude seems to sting her, but she doesn't say anything then. However, when the group returns, she suddenly fabricates a story accusing Shyamal of attempting to assault her. Without hesitation, the others, except Mrs. and Mitty, fly into a rage attack Shyamal, kicking and beating him unconscious. They then drag his limp body into a small room, the same place where they had earlier dumped a half-dead boar they had caught. ഇവിടെ എന്താ ഫസ്റ്റ് ലൈനിൽ എലോൺ വിത്ത് ശ്യാമാൾ ഷീ സെഡ്യൂസസ് ഹിം. ഷീ എന്ന് പറയുന്നത് മിസ്സസ് മിറ്റിയാണ് കേട്ടോ. അപ്പോൾ ശ്യാമാളിനെ ഇവിടെ ശ്യാമാൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇവരുടെ കൂടെ പിന്നെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ശ്യാമാൾ എന്ന് പറയുന്ന ആളിനെ മിസ്സസ് മിറ്റി സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ വശീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവനാണെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇവളായിരുന്നു അങ്ങോട്ട് ഇവനെ വശീകരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അവൻ അല്ലെങ്കിൽ എതിർക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാലും ഈ ഒരു സ്റ്റോറി വേറെ പുറത്ത് ബാക്കിയുള്ളവരാരും അറിയുന്നില്ല, മിസ്സിസ് മിറ്റിയും ശ്യാമാളും തമ്മിൽ എന്താണ് നടന്നതെന്ന്. പക്ഷേ എങ്കിൽ ഈ മിസ്സിസ് മിറ്റി ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോയി വന്ന സമയത്താണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. അപ്പോൾ മിസ്സസ് മിറ്റി അവിടെ ഒരു കഥ ഇങ്ങനെ കെട്ടിച്ചമച്ച് പറയുകയാണ്. അവരെല്ലാവരും പുറത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ശ്യാമാൾ ഇവളോട് മോശമായിട്ട് പെരുമാറി എന്നാണ് പറയുന്നത്.
അത് പറയുന്നത് തന്നെ ബാക്കി എല്ലാവരും പിന്നെ ഒന്നും നോക്കുന്നില്ല. ഓൾറെഡി എല്ലാവരും കുടിച്ച് ലക്ക് കെട്ടിട്ടാണ് നിൽക്കുന്നത്. അതേസമയം അബോധാവസ്ഥയാണ് എല്ലാവരും. അപ്പോൾ അവരെല്ലാവരും കൂടി ശ്യാമാളിനെ നന്നായി ഉപദ്രവിക്കുന്നുണ്ട്. ഉപദ്രവിച്ച് അവൻ്റെ കയ്യും കാലൊക്കെ ഒടിച്ചിടുന്ന ആ രീതിയിലാണ് അവനെ ഒരു റൂമിലോട്ട് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. ആ മുറിയിലാവട്ടെ അവരാദ്യമേ ഒരു പന്നീനെ പകുതി കൊന്നിട്ടുണ്ടായിരുന്നു, മുഴുവൻ ചത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പകുതി കൊന്നിട്ട് ആ മുറിയിലോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ മുറിയിലോട്ടാണ് ഇവിടെ ശ്യാമാളിനെയും അതേ രീതിയിൽ വലിച്ചെറിയുന്നത്. ശ്യാമാളിനെ എല്ലാവരും കൂടി കിക്ക് ചെയ്ത് അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും മിസ്സസ് മിറ്റി മാത്രം ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. After this, they fully embraced their night of wilderness. They built a fire in the high-walled kitchen garden, continued drinking and started roasting the boar while it's still barely alive. In their drunken haste, they cut out and eat half-cooked slices of its flesh, singing and dancing late into the night, completely consumed by their primal instincts. അങ്ങനെ രാത്രി വളരെ നേരം വൈകി അവർ ആ സമയത്ത് മറ്റേ ക്യാമ്പ് ഫയർ ആസ്വദിക്കുകയായിരുന്നു. അവർ കുറച്ച് ഫയറൊക്കെ വെച്ച് എന്താ പറയുക, വളരെയധികം എൻജോയ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അവർ ഓൾറെഡി ഒരു പന്നീനെ പകുതി കൊന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ അവർ എടുത്തുകൊണ്ട് വരികയും അതിനെ അവർ ഓരോരോ കഷ്ണങ്ങളാക്കി അവരതിനെ മുഴുവനായിട്ടും എന്ത് ചെയ്യുന്നില്ല, അതിന് പകുതി ജീവനോട് കൂടെ അവർക്ക് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അവർ മുഴുവനായിട്ട് അതിനെ കൊല്ലുന്നില്ലായിരുന്നു. അപ്പോൾ അതിനെ ഓരോരോ കഷ്ണങ്ങളാക്കി അവർ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ അവർ ആ ഫയറിലോട്ട് ഇങ്ങനെ ഇട്ട് അതിൽ നിന്നും വേവിച്ചെടുത്ത് അവർ ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. The next morning, the hangover kicks in and reality starts creeping back. As Raja Sahib gets up to check on Shyamal and make arrangements for tea, Mrs. Mitty suddenly stops him with a horrifying thought. What if, in their drunken state, they had roasted and eaten Shyamal instead of the boar? At first, the idea seems absurd, but then the chilling realization sets in. They were so intoxicated and lost in their savagery that they don't actually remember everything clearly. They hesitate. No one dares to open the door to check. Instead, they choose to leave as if nothing happened. പിറ്റേ ദിവസം രാവിലെ തന്നെ അവരുടെ ആ ഒരു കുടിച്ചതിൻ്റെ കിക്കൊക്കെ മാറി അവർ നോർമൽ സ്റ്റേജിലോട്ട് വന്നു. അപ്പോൾ രാവിലെ ആയപ്പോൾ അവർക്ക് രാജസാഹിബാണ് ആദ്യം എഴുന്നേൽക്കുമ്പോൾ അവന് പറയുകയാണ് ശ്യാമാളിനെ വിളിച്ച് ചായ ഉണ്ടാക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നടത്താനായിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ മിസ്സസ് മിറ്റി അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിസ്സസ് മിറ്റി റിയലൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ തലേദിവസം ഇവർ കഴിച്ച ഒരു ബോർ എന്ന് പറയുന്നത് ബോറിനെയാണോ അത് പന്നിയാണോ കഴിച്ചത് അതോ ശ്യാമാളിനെയാണോ ഇവർ കഴിച്ചിരിക്കുന്നത് എന്നൊരു സംശയം അവളിൽ ഉദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ അത്രയും ലക്ക് കെട്ടിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അവർക്ക് ആർക്കും ഓർമ്മയില്ലായിരുന്നു എന്താണ് അവർ കഴിച്ചതെന്നോ എന്തിനെയാണ് അവർ കൊന്നതെന്നോ ഒന്നും തന്നെ അവർക്കൊരു ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊട്ടും തന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല ആ ഡോറ് പോയിട്ട് തുറക്കാനോ അതിൽ ചെക്കൗട്ട് ചെയ്യാനായിട്ടോ. അവർക്ക് പക്ഷേ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടി എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ ആ ഒരു ധൈര്യം അവർക്കില്ലാത്തത് കൊണ്ട് അവരവിടെ നിന്നും എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആസ് ഇഫ് നത്തിങ് ഹാഡ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ പോകുന്നുണ്ട്. 2 hours later, the group is driving back with Mr. Mitty at the wheel. They have decided not to look into the room, not to confirm their worst fear. Bringing Shyamal back isn't their concern after all. He is just a chauffeur, but a deep unease lingers. Did they really eat the boar last night, or they fancy? Did they unknowingly commit the most horrifying crime imaginable? The story leaves them and the reader haunted by the possibility. 2 മണിക്കൂറുകൾക്ക് ശേഷം ഇവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കഥ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഒരു ഹൊറർ ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ മാത്രമല്ല
ഈ വായനക്കാരനെയും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇവരിലും അതുപോലെ തന്നെ റീഡേഴ്സിലും ഇവിടെ നരേറ്റർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളിൽ തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 4 യൂണിറ്റ് 4 സ്റ്റോറി പഠിക്കാനുള്ളത് ദ ഫോർത്ത് ഡോട്ടർ എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ഈ ഫോർത്ത് ഡോട്ടർ ജസ്റ്റ് സമ്മറി ഞാൻ പറഞ്ഞു തരാം കേട്ടോ, നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഒരു അമ്മയ്ക്ക് 4 പെൺമക്കളുള്ള ഒരു കഥയാണ്. മകനുമുണ്ട്. അപ്പോൾ ആ പെൺമക്കളെ എങ്ങനെയാണ് അമ്മ നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് 4ാമത്തെ മകളിനെ ഒട്ടും തന്നെ അമ്മ നോക്കുന്നില്ല. പ്രത്യേകിച്ച് പാല് പോലും ബേസിക് നീഡായിട്ടുള്ള ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് പോലും നടത്തുന്നില്ല. അതെല്ലാം തന്നെ ചെയ്തു കൊടുത്തിരുന്നത് ആയയാണ്, വീട്ടിലത്തെ ആ ഒരു സെർവൻ്റാണ് എല്ലാം തന്നെ ചെയ്തു കൊടുത്തിരുന്നത്. അങ്ങനെ ഒട്ടും കെയർ കിട്ടാത്ത ഒരു പെൺകുട്ടിയുടെ ഒരു കഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം മകനാണെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസും സ്നേഹവും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറി വായിക്കുമ്പോൾ കൂടുതൽ പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, do you agree that there is a widespread bias against the girl child in our society? Do you approve of it? Do you have any suggestions about how it can be removed? Okay. The text we have examined leave little doubt that a deep-seated bias against the girl child persists in many layers of Indian society. And the story of Mini in Subhadra Senugupta's The Fourth Daughter dramatizes that reality with stark clarity. The narrative shows how even affluent, educated parents can regard a daughter as a burden to the point of refusing to feed her, while the same family lavishes celebration on a son who later abandons them. This contrast is not an isolated literary device. It echoes statistics and sociological studies that repeatedly points to skewed sex ratios, higher infant mortality for girls, and continued preference for male heirs in large parts of the country. The story's repeated emphasis on the word fourth and the cold calculation of inheritance make it evident that the bias is a systematic, not merely personal. ചോദ്യത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പെൺകുട്ടികളെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം കൺസിഡർ ചെയ്യുന്നത്, ഒരു വേർതിരിവ് അവിടെ കാണപ്പെടുന്നുണ്ടോ, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ള ചാപ്റ്ററിൽ എവിടെയാണ് അതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുക, അത് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് ഇവിടെ ബ്ലോക്ക് 6 യൂണിറ്റ് 4 ദ ഫോർത്ത് ഡോട്ടർ എന്ന ഈ ഒരു സ്റ്റോറിയിലാണ് നമുക്കിതൊന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സുഭദ്ര ഗുപ്തയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. 4 പെൺമക്കളുള്ള ഒരു അമ്മയാണ് മിനി എന്ന് പറയുന്നത്. സോറി, എനിക്ക് തെറ്റി. മിനി എന്ന് പറയുന്നത് അമ്മയല്ല കേട്ടോ. മിനി എന്ന് പറയുന്നത് ഫോർത്ത് ഡോട്ടറിൻ്റെ പേരാണ്. അപ്പോൾ 4 മക്കളാണ് ഈ ഒരു അമ്മയ്ക്കുള്ളത്. അമ്മയുടെ 4 മക്കൾ 4ാമത്തെ മകളാണ് ഈ ഫോർത്ത് ഡോട്ടർ എന്ന് പറയുന്ന ഈ മിനി. അപ്പോൾ ഇവളുടെ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത 4ാമത്തെ മകളായതുകൊണ്ട് തന്നെ ഇവിടെ 4ാമത്തെ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നതും മകൾ എന്ന് ഉദ്ദേശിക്കുന്നതിന് രണ്ടിലും ഇവിടെ സ്പെസിഫിക് റീസൺസ് ഉണ്ട്. 4 എന്ന് നമ്പർ ഉദ്ദേശിക്കുന്നത് കുറച്ച് അധികം മക്കളാകുമ്പോൾ ഒരു കെയർ കുറഞ്ഞു. അതുപോലെ മകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പെൺകുട്ടികൾക്ക് അത്രയും സ്ഥാനം കൊടുക്കുന്നില്ല. ഈ രണ്ടുമാണ് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്തെടുക്കേണ്ട വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സൊസൈറ്റിയിൽ തൻ്റെ മകന് ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസും സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ പിന്നീട് ഇവർ പാരൻസിനെ തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ അവൻ്റെ കാര്യം നോക്കി പോവുകയാണ് ചെയ്യുന്നത്. Needless to say, I do not approve of this bias. The moral weight of the story rests on the injustice of a child being denied love, nourishment, and education simply because of her gender. The author's portrayal of Parvati,
The maid who saves Minnie underscores a moral paradox. Compassion often emerges from those who have at least social power, while the privileged remain indifferent. Approving of such discrimination would be tantamount to endorsing a culture that devalues half its population, a stance that contradicts the constitutional guarantee of equality and the basic principle that every human being deserves respect and opportunity. Removing this bias requires a multi-pronged approach that combines legal enforcement, education, and a shift in cultural narratives. First, the enforcement of existing laws such as the Preconception and Prenatal Diagnostic Techniques PCPNDT Act must be strengthened. Clandestine sex determination clinics should be identified and shut down through rigorous monitoring and severe penalties. Second, educational programs that start in primary schools can help dismantle stereotypes by teaching gender equally as a core value. Much as the story invites the reader to question the sun worship that underlines Minnie's tragedy. Third, media and literature have a powerful role to play. Stories like Sengupta's, when included in school curricula and public discourse, can create empathy and provoke critical reflection, just as the narratives forces us to confront the absurdity of celebrating a son's birth while mourning a daughter's. Finally, economic incentives for families who invest in their daughters, such as scholarships, tax benefits, and robust social security schemes, can alter the cost benefit calculus that currently fuels the preference for boys. When these measures are pursued together, the cultural narratives that treats a girl child as unwanted can be gradually rewritten, allowing every child, regardless of gender, to receive the love and support that Minnie was denied. ലെങ്തി ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ്. എന്നിരുന്നാലും നമുക്കതൊന്ന് നോക്കാം. ഈ ഒരു കുട്ടി മിനി എന്ന് പറയുന്ന കുട്ടിക്ക് എന്തൊക്കെ എഡ്യൂക്കേഷൻ, അതുപോലെ സ്നേഹം, അതുപോലെ തന്നെ കെയർ, ഇതെല്ലാം തന്നെ നഷ്ടമാകുന്നുണ്ട് അവളുടെ അമ്മയിൽ നിന്നും. അതേസമയം ഒരു വലിയ ലക്ഷറി ആയിട്ടുള്ള കുറച്ച് വലിയൊരു റിച്ച് ഫാമിലിയാണ്. പക്ഷേങ്കിൽ ഇവൾക്ക് വേലക്കാരിയുടെ ഒരു സ്ഥാനം മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സെർവൻ്റ് ആയിട്ടുള്ള പാർവതി മെയ്ഡാണ് ഇവളെ നോക്കുന്നതും പാർവതിയുടെ കൂടെയാണ് ഈ കുട്ടിക്ക് എടുക്കുന്നത് പോലും, ഭക്ഷണം കഴിക്കുന്നതും എല്ലാം തന്നെ. അതുപോലെ എഡ്യൂക്കേഷനൊന്നും ഈ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ഇതൊക്കെ പാർവതിയുടെ ഹസ്ബൻഡും കൂടിയാണ് ഈ കുട്ടിയെ നോക്കിയത്. അതേസമയം അവർക്ക് വേറൊരു മകനുണ്ട്. അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇനി സമയമുണ്ടെന്ന് വെച്ചാൽ ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. അവർക്ക് വേറൊരു മകനും കൂടിയുണ്ട് പാർവതിക്ക്. ആ മകനും ഈ കുട്ടീനെ മിനീനെ വളരെ നന്നായി തന്നെയാണ് നോക്കുന്നത്. ഒരു കുഞ്ഞ് പെങ്ങളായിട്ടാണ് അവൻ കണക്കാക്കുന്നത്. അങ്ങനെ അപ്പോൾ അത്രയൊക്കെ സ്നേഹം അവരുടെ ഭാഗത്തു നിന്നും കൊടുക്കുന്നുണ്ട്. അതേസമയം ഈ പെൺകുട്ടിക്ക് തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും ഈ ഒരു സ്നേഹം കിട്ടുന്നില്ല. കാരണം നാലാമത്തെ ഒരു മകളായി ജനിച്ചു പോയി. അതുപോലെ ഒരു മകന് കിട്ടുന്ന സ്നേഹമല്ല ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് പോലും ഈ അമ്മ ഓഫർ ചെയ്തിരുന്നത്. അതും കൂടി പറയാനുണ്ട്. ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ സൈക്കിളിൽ പോകുന്ന സമയത്ത് തൻ്റെ മകനെ മാത്രം കാറിലായിരുന്നു അമ്മ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ കുറേ കൂടി നിങ്ങൾക്ക് കിട്ടും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. സമയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ബയാസിനെ റിമൂവ് ചെയ്യാനായിട്ട്, ഈ ഒരു വേർതിരിവ് നമുക്ക് മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കുറേയധികം പോയിൻറ്റ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാവുന്നുള്ള കുറേയധികം
ഒരു 4-5 പോയിൻറ്റ്സ് ആണെന്ന് തോന്നുന്നുള്ളത്. അതൊന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരോ പോയിൻറ്റ്സ് അത് മസ്റ്റായിട്ടും പഠിക്കണം കേട്ടോ. ആ ഒരു പോർഷൻ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ പിന്നെ അത് ഇനി എടുത്ത് പറയുന്നില്ല. ഓൾറെഡി സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ റിമൂവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Instances of divorce are on the rise these days. Whom do you hold responsible for it? ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അതിന് ആരാണ് ഇതിന് റെസ്പോൺസിബിൾ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് റാൻഡം അങ്ങനെ ആൻസർ ചെയ്താൽ പോരാ. നമ്മളുടെ പാഠഭാഗത്തിൽ നിന്നും എടുത്ത് കണക്ട് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇത് കൊടുക്കുന്നത് വേറൊരു സ്റ്റോറി ഉണ്ട്, എ ടോസ്റ്റ് ടു ഹെർ സെൽഫ്. ആ ഒരു സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, എ ടോസ്റ്റ് ടു ഹെർ സെൽഫ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി ഞാൻ പറയാം. പ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണിത്. അവളൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ അവളുടെ പുസ്തകം വലിയൊരു എഴുത്തുകാരിയിലോട്ട് എത്തിയിട്ടില്ല. പക്ഷെ അവൾ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അന്ന് ആ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ അവളുടെ അമ്മ എപ്പോഴും പറയുന്നത് അവർ താമസിക്കുന്നത് വളരെ പോവർട്ടി അനുഭവിക്കുന്ന ഒരു വീട്ടിലാണ്, വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി ബുക്സുകളാക്കി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ വളരെ തുച്ഛമായിട്ടൊരു എമൗണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. അതും എത്ര ദിവസം, ഒരു മാസത്തിൽ ഒരു പുസ്തകം എങ്ങാനും പബ്ലിഷ് ചെയ്താൽ അതിനൊരു 1000 രൂപയോ 1500 രൂപയൊക്കെയാണ് നമുക്ക് വരുമാനമായിട്ട് ലഭിക്കുക. അത് മതിയോ ഒരു ഇൻകമായിട്ട്? അപ്പോൾ ഇങ്ങനെ എഴുതുക, അത് പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നത് കാശുകാരാണ്, റിച്ച് കമ്മ്യൂണിറ്റീസാണ് അത് ചെയ്യുക, നമ്മളല്ല എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്ന ഒരു അമ്മയെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതേസമയം തന്നെ പ്രിയ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളോ ഒന്നും തന്നെ അമ്മ മകളോട് ചോദിച്ചറിയുന്നില്ല. മറിച്ച് അമ്മ എപ്പോഴും ഇവളെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു ആൻസർ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. Economic factors also emerge as a silent but potent contributor. Priya's poverty, her mother's dependence on a widow's pension, and the constant anxiety about money underscore how financial instability can exacerbate marital strain. When a partner feels inadequate because they cannot provide, or when external pressures make the household vulnerable, the marriage may become a causality of circumstances beyond the couple's control. In The Fourth Daughter, the affluent family's obsession with inheritance and the devaluation of daughters create a climate of neglect that, while not direct about divorce, illustrates how patriarchal values can wrap family dynamics and set the stage for later ruptures. സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ, എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത് ഡിവോഴ്സ് എന്നുള്ള ഒരു കാര്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഈ ഒരു പ്രത്യേകിച്ച് പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പോവർട്ടി അത് എടുത്തു കാണിക്കുന്നത് തന്നെയാണ്. അവളുടെ അമ്മയുടെ പെൻഷൻ അല്ലെങ്കിൽ വിഡോ പെൻഷൻ ഉണ്ടല്ലോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ ഫാമിലി കഴിഞ്ഞു കൂടുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ പൈസ എന്ന് പറയുന്ന കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതേസമയം സൊസൈറ്റിയിലോട്ട് നോക്കുമ്പോൾ ഇവൾ ഓൾറെഡി മാരീഡാണ്. പക്ഷേ ഇവളുടെ ഹസ്ബൻഡിനെ ഇവളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ഒരു നിമിഷമാണ് ഇവിടെ വരുന്നത്. അപ്പോഴും ഇവിടെ അമ്മയ്ക്ക് പറയാനുള്ളത് ഇവളൊരു ഭാരമാവുകയാണ് അമ്മയ്ക്ക്. അപ്പോൾ അല്ലാതെ ഇവൾക്ക് എന്താണ് ഇവളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നതിലല്ല ഇവിടെ വിഷയം. ഭർത്താവിനെ ഒതുങ്ങി അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം, അതെന്തോ ആവട്ടെ അവിടുത്തെ കഷ്ടപ്പാട് എന്ന് ഒന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അവളുടെ അമ്മ. പക്ഷേ സൊസൈറ്റിയിലുള്ള ഇതുപോലത്തെ കുറേയധികം ചിന്താഗതികളുണ്ട് എന്ന് നരേറ്റർ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനായിട്ട് ആരും തന്നെ ശ്രമിക്കുന്നില്ല. കാരണം പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് നമ്മുടേത്.
The rise in divorce rates is a complex phenomenon that cannot be pinned on a single cause or party. The stories we have examined illustrate how multiple forces intersect to strain marital bonds. In Raji Narasimhan's Toast to Herself, Priya's divorce is presented not as the result of one person's malice, but as a symptom of a broader cultural script that equates a woman's worth with marriage and economic security. Priya's mother, for instance, repeatedly urges her daughter to remarry, viewing a second marriage as the only viable solution to Priya's financial precariousness and emotional loneliness. This pressure from the older generation reflects a societal expectation that a woman must be anchored by a husband, regardless of her personal ambitions or the quality of the relationship. The narrative shows how such expectations can push individuals towards choices that later feel untenable, and when those choices fail, divorce becomes the only escape. ഇവിടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റോറിയിൽ ടോസ്റ്റ് ടു ഹെർസെൽഫ്, ഈ ഒരു സ്റ്റോറിയിൽ പ്രിയയുടെ ഒരു ഇഷ്യൂ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഇഷ്യൂവിന് ഒരു കാരണമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് എന്ന ഒരു കാര്യത്തിന് ഒരു കാരണമല്ല, ഒട്ടനവധി കാരണങ്ങൾ ഉണ്ടാകാം എന്നാണ് നരേറ്റർ പറയുന്നത്. അത് ഇന്നത് എന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റുന്നില്ല. എന്നിരുന്നാലും പ്രിയയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, അവളുടെ അമ്മ ഇവള് ഡിവോഴ്സായി വീട്ടിലോട്ട് വന്ന ഉടനെ തന്നെ പറയുകയാണ് വേറൊരു മാരേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ സൊസൈറ്റി അങ്ങനെയാണ്. സൊസൈറ്റിയിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്നല്ല മനസ്സിലാക്കുന്നത്, മറിച്ച് ഒരു ആണിൻ്റെ തുണയില്ലാതെ ഒരു പെണ്ണിന് ജീവിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനായിട്ട് സാധിക്കില്ല എന്നൊരു ചിന്താഗതിയിലൂടെയാണ് ഇവളുടെ ഇഷ്ടത്തിനല്ല ഇവൾ വിവാഹം കഴിപ്പിക്കുന്നത്, മറിച്ച് അവരുടെ ഇഷ്ടത്തിന് അവർ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിവാഹമായിരിക്കണം ഇത്. അതാണ് ക്ലിയർലി ഇതിൽ ലാസ്റ്റ് സെൻറ്റൻസസ് പറയുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്, അവർക്ക് ചിലപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ലൈഫിൽ ആ ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ കിട്ടുകയില്ല. അതിൽ ലാസ്റ്റ് എൻഡ് അപ്പ് ചെയ്യുന്നത് വിത്ത് ഡിവോഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുക എന്നതായിരിക്കും ഉചിതം. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് ഇവിടെ പാരൻസ് എന്താ പറയുക, ഈ വിവാഹം പ്രായം എത്തിയിട്ടുള്ള മകൾക്കും മകനൊക്കെ കൊടുക്കേണ്ടത് എന്ന ഒരു ചായ്വും കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. At the same time, the story highlights the role of the individual partners themselves. Priya's ex-husband is never directly portrayed, yet his absence and the lack of mutual support are implied in Priya's lingering thoughts about D.K. Keshavan and her yearning for male comfort. Her own ambivalence, oscillating between the desire for artistic independence and the pull of traditional gender roles, creates an inner conflict that erodes the marriage. The text suggests that when two people stop communicating their needs and instead retreat into silence or resentment, the relationship deteriorates. Thus, responsibility can be placed on the couple's inability to negotiate the shifting demands of modern life, where a woman's career aspirations clash with entrenched domestic expectations. ഇവിടെ ഇതേ സമയം തന്നെ പ്രിയയ്ക്ക് അവളുടെ വേറൊരു വ്യക്തിയുമായിട്ട് അവൾക്ക് ഇഷ്ടത്തിലാകുന്നുണ്ട്. അത് ഡോക്ടർ കേശവനാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഇവിടെ ഒരു മെയിൽ കംഫർട്ടായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സമൂഹത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് വ്യക്തിത്വങ്ങളായിട്ടുള്ള ആണുങ്ങളുമുണ്ട്. അപ്പോൾ ഇവരെ ആണുങ്ങൾ എന്നുള്ളൊരു പദം കൊണ്ട്, അല്ലെങ്കിൽ മെയിൽ എന്നുള്ള ആ ഒരു പദം കൊണ്ട് ഇവിടെ നെഗറ്റീവ് അല്ല കാണിക്കുന്നത്, മറിച്ച് എന്താ, മെയിൽ സപ്പോർട്ടും ഉണ്ട്. അതേസമയം മെയിൽ ഇവിടെ പാട്രിയോർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് അവരുടെ ഒരു ഡോമിനേഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് രീതിയിലും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നീട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ലാസ്റ്റ് പറയുന്നത് ടെക്സ്റ്റ് സജസ്റ്റ് ടു പീപ്പിൾ സ്റ്റോപ്പ് രണ്ട് വ്യക്തികൾ തമ്മിൽ എപ്പോഴാണോ സംസാരം നിർത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ലെങ്കിൽ, ഭാഷയല്ലാട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ അവിടെയും പ്രോബ്ലംസ് അറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറ്റ് ദി എൻഡ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ
എന്താക്കി മാറ്റും എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്, അവളുടെ ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ അവരുടെ അടിച്ചമർത്തപ്പെടുകയും ലാസ്റ്റ് വീട്ടിലുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, ഒരു ഡൊമസ്റ്റിക് എക്സ്പെക്റ്റേഷനിൽ ഒരു സ്ത്രീ നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അറ്റ് ദി എൻഡ് എത്തിച്ചേരുക. എപ്പോഴാണിതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിക്കാതെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറൈസ് ചെയ്യുന്നത്. Finally, the broader social milieu bears responsibility. The stories reveal a culture that glorifies non-worship, restricts women's autonomy, and stigmatizes divorce. When divorce is seen as a failure rather than a legitimate choice, couples may stay together in dysfunction only to separate later under greater duress. Changing these deep-seated norms requires a collective effort, education, media, representation, and legal support that addresses both the individual and structural dimensions of material breakdown. In sum, no single actor is wholly to blame. Rather, it is the interplay of personal choices, family pressures, economic realities, and societal expectations that drives the increasing incidence of divorce. ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു സൊസൈറ്റി, നമ്മളുടെ കൾച്ചറിൽ മെയിൽ വിഭാഗത്തിനാണ് കൂടുതലായിട്ടും അവർ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അവർ ചെയ്യുന്നതെല്ലാം തന്നെ ശരിയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ പലപ്പോഴും എത്തിച്ചേരുന്നുണ്ട്. അതേസമയം സ്ത്രീകൾക്ക് ഒരു ഡിവോഴ്സിൻ്റെ കേസൊക്കെ വരുമ്പോൾ സ്ത്രീകളെയാണ് പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന രീതിയിലോട്ട്, അല്ലെങ്കിൽ അവൾക്കൊന്ന് ഒതുങ്ങി കൂടാമായിരുന്നു, അല്ലെങ്കിൽ അവളാണ് മനസ്സിലാക്കേണ്ടത്, അവളെ കല്യാണം കഴിപ്പിച്ചതല്ല, ആ ഒരു രീതിയിലോട്ട് പലപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ചിന്തയും നമുക്കിവിടെ എടുക്കാവുന്നതാണ്. പിന്നെ അറ്റ് പ്രസൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. നിയമപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്ന ഒരു ബന്ധമാണിത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. അതേസമയം ഇത് സൊസൈറ്റിയിൽ വരുമ്പോൾ എന്താണ്, സൊസൈറ്റിയിൽ ഇവരെ എങ്ങനെയും ഒന്നിച്ച് ചേർക്കണം എന്ന് വെച്ചാൽ രണ്ടാളും ചേരില്ല എന്ന് കാണുമ്പോൾ ഇവർ വേർപിരിയുന്നത് നിയമപരമായിട്ടും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും സമൂഹത്തിൽ ഇവരെങ്ങനെയെങ്കിലുമൊക്കെ ഒന്നിപ്പിച്ച് ഇവർ കൊണ്ടുപോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിനകത്ത് ഇവർ സന്തോഷത്തിലല്ല സമാധാനത്തിലല്ല കഴിയുന്നത്, മറിച്ച് ഇവർക്ക് ഉണ്ടാകുന്ന ആ ഒരു മെൻ്റൽ പ്രഷർ അത് ഇൻഡിവിജ്വലി ഇവർ അനുഭവിക്കുന്നുണ്ട്. അത് ഒന്നെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, ആരെങ്കിലും ഒരാൾ ഇത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മെൻ്റൽ പ്രഷർ, മെൻ്റൽ ടോർച്ചറിൽ അവർ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് പിന്നീട് സമൂഹത്തിൻ്റെ ഒരു പ്രഷർ കാരണം കൊണ്ട് ഓരോ വ്യക്തികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സണൽ ചോയ്സസിന് ഇമ്പോർട്ടൻസ് നൽകുകയും ഫാമിലി അതുപോലെ സൊസൈറ്റി ഇവരുടെ എല്ലാം തന്നെ ഒരു ഗെയിമുണ്ട്, അവർക്കൊരു പാർട്ടുണ്ട്, ഒരു റോളുണ്ട് ഇതിൽ പ്ലേ ചെയ്യാനായിട്ട്. ആ റോളുകൾ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുകയായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. കൂടുതൽ പഠിക്കാനൊന്നുമില്ല, പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മാത്രം മതിയാകും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ദ മിറാക്കിൾ. The essential message of Shashi Deshpande's The Miracle is that true humanity lies in the capacity to recognize and cherish the sacredness of all life. Whether it is a human being, a humble laboratory animal, or the mysterious force that we all call a miracle, set in a stark clinical laboratory where two doctors treat monkeys as mere specimens for deadly disease. The stories strips away the veneer of scientific objectivity to reveal a cold cruelty that reduces sentient creatures to data points. The doctor's relentless pursuit of a cure, symbolized by their cold jargon and glass jar pickles of animal tissue,
illustrates how an exclusive resilience on reason can blind us to the moral weight of our actions. Yet, the narrative does not merely condemn science, it invites us to see that the same rational drive that fuels medical breakthroughs can also coexist with compassion when we allow ourselves to be moved by the individuality of the creature before us. ഇവിടെ രണ്ട് ഡോക്ടേഴ്സ് ആദ്യം തന്നെ പറയാം, ശശി ദേശ്പാണ്ഡെയുടെ ആണ് ഈ മിറാക്കിൾ എന്ന് പറയുന്ന സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അത് രണ്ട് ഡോക്ടേഴ്സ് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരങ്ങന്മാരൊക്കെ എടുത്ത് അവരൊരു വൈറസ് കുത്തിവെക്കുകയും അത് ഒരു രോഗത്തെ അവർ കുത്തിവെക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല പ്രവൃത്തിയൊന്നുമല്ല. അതിൽ നിന്നും മാരകമായിട്ടുള്ളൊരു രോഗം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ശാസ്ത്രജ്ഞരാണ് അവർ. അപ്പോൾ ഈ ഡോക്ടേഴ്സ് അതിൻ്റെ ഒരു പരീക്ഷണത്തിൽ കുറേ അധികം മങ്കികളെ വെച്ച് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെ മനുഷ്യന്മാരായാലും മൃഗമായാലും നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. The catalyst for this shift is the unnamed typist whose simple, uneducated empathy becomes the story's moral fulcrum. When she protests, "You can put me under a microscope and you will never find me," she articulates a truth that the doctors initially dismiss. Every living being possesses an intrinsic worth that cannot be quantified. Her defense of Narayan's faith in this monkey Raja as an incarnation of Hanuman and her willingness to risk her job to protect the animal expose the limitations of a world view that separates faith from fact. The male doctor's eventual transformation from detached observer to someone who whispers there are miracles everywhere if you only open your eye underscore the story's central claim that wonder and scientifically inquiry are not mutually exclusive but rather complementary pathways to understanding the deeper mysteries of existence. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡോക്ടേഴ്സും ഈ പറഞ്ഞ ഒരു പോയ്സൺ ഉണ്ടല്ലോ, ആ പോയ്സൺ ഈ മങ്കികളിൽ കുത്തിവെക്കുമ്പോൾ ആ മങ്കീസൊക്കെ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രാജ എന്ന് പറയുന്ന ഒരു മങ്കിയുണ്ട്. രാജയ്ക്ക് ഈ ഒരു പോയ്സൺ കുത്തിവെച്ചിട്ട് അവൻ ചാകുന്നില്ല. അവൻ ചാവാണ്ടാവുമ്പോൾ അവിടെ നാരായൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു എംപ്ലോയിയാണ്. നാരായൺ പറയുന്നത് ഈ മങ്കിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഈ മങ്കി ഒരു മിറാക്കുലസ് മങ്കിയാണ്, മീൻസ് മിറാക്കിൾസ് ചെയ്യാൻ സാധിക്കും, അത് ഹനുമാനാണ് എന്ന് സ്ഥിരീകരിച്ചു കൊണ്ടാണ് നാരായൺ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സയൻറ്റിഫിക് ആയിട്ടുള്ള ഇവർക്ക് ഒട്ടും തന്നെ ഫെയ്ത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അവർ ഇത് പൊട്ടിച്ചിരിക്കുകയാണ്, നാരായണ കളിയാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പിസ്റ്റ്, പേരിവിടെ നൽകുന്നില്ല, ടൈപ്പിസ്റ്റ് രാജയെ എന്താ പറയുക സേവ് ചെയ്യാനായിട്ട്, രാജ എന്ന് പറയുന്ന ഈ ഒരു മങ്കിയെ സേവ് ചെയ്യാനായിട്ട് നാരായൺ പറയുന്ന കാര്യത്തോട് യോജിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവൾ പറയുന്ന ഒരു കോട്ട് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സെൻറ്റർ ഓഫ് ഈ ഒരു കാര്യം തീം എന്ന് തന്നെ പറയുന്നത്. അവൾ പറയുന്നത് "ദെർ ആർ മിറാക്കിൾസ് എവ്രിവെയർ ഇഫ് യു ഓൺലി ഓപ്പൺ യുവർ ഐസ്" എന്ന് പറയുന്നുണ്ട്. ആ ഒരു സെൻറ്റൻസിൽ കൂടെയാണ് ആ മെയിൽ ഡോക്ടർക്ക്, മെയിലും ഫീമെയിലുമായിട്ടുള്ള ഡോക്ടേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ ഡോക്ടർക്ക് ഒരു കൺവേർഷൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു ചേഞ്ച് വരുന്നുണ്ട്, അദ്ദേഹത്തിന് കാര്യങ്ങൾ ശരിയാണ് എന്നൊരു തോന്നലിലേക്ക് വരുന്നുണ്ട്. കാരണം ആ പോയിസൺ അടിച്ച എല്ലാ മങ്കീസും മരിച്ചു, ഈ ഒരു മങ്കി മാത്രം മരിക്കുന്നില്ല. കാരണം എന്തോ ഒരു മിറാക്കിൾ ആ മങ്കിയിലുണ്ട് എന്ന് ആ മെയിൽ ഡോക്ടർ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഈ ലേഡി ഡോക്ടർ വിശ്വസിക്കുന്നില്ല, അവൾ പൊട്ടിച്ചിരിക്കുകയും മറ്റുള്ളവരൊക്കെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടൈപ്പിസ്റ്റിനറിയാം, ടൈപ്പിസ്റ്റ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ജോലി പോകുമെന്ന് അവൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് കൂടി, നിങ്ങൾക്ക് ഇങ്ങനൊരു മിറാക്കിൾ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുക, എന്നെ പിന്നീട് കാണില്ല എന്നൊക്കെ ഉറച്ച വിശ്വാസത്തിലാണ് അവൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജോലി പോകും എന്ന് അവൾക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പോലും അവൾ ആ ഒരു മങ്കിയെ സേവ് ചെയ്യാനായിട്ടും അവളുടെ ഫെയ്ത്ത് അവൾ ഡിക്ലെയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആ ഒരു
നാരായണനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും എല്ലാം കൂടിയിട്ടാണ് അങ്ങനെ ആ ടൈപ്പിസ്റ്റ് കറേജിയസ്ലി സംസാരിക്കുന്നത്. Thus, Deshpande's tale urges readers to cultivate a broad vision that transcends narrow, mechanistic thinking. It suggests that the miracle is not a supernatural event confined to myth, but this everyday moment when we choose empathy over indifference, when we see a monkey named Raja not as a test subject but as a being with its own story, and when we recognize that the same curiosity that drives us to desist can also drive us to protest. In this synthesis of reason and reverence, the story finds its essential message. Humanity's greatest advance will be measured not by the number of diseases eradicated, but by our ability to see the extraordinary in the ordinary and to treat every creature, human or animal, as a miracle deserving of respect and care. അപ്പോൾ ഇവിടെ നരേറ്റർ റീഡേഴ്സിനോട് ഏർജ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എല്ലാ വിശ്വാസത്തിലും എന്താ പറയുക, വിശ്വാസം എന്ന് പറയുന്നത് ഒരു മിറാക്കൾ തന്നെയാണ്, അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അതും സയൻസിനെ കുറിച്ചിട്ടും അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഡോക്ടേഴ്സ് ചെയ്യുന്ന നീതിയില്ലാത്ത, ന്യായമില്ലാത്ത ഈ പ്രവർത്തനത്തെയും അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡു യു എഗ്രി ദാറ്റ് ഗജാർ ഹൽവ ഓഫേഴ്സ് എ സ്കാത്തിങ് കമൻറ്റ് ഓൺ ആ സോഷ്യൽ ഇനിക്വാലിറ്റീസ്? നിങ്ങൾക്ക് ഗജാർ ഹൽവ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അവിടെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ആ ഗജാർ ഹൽവ എന്ന് പറഞ്ഞ ഈ സ്റ്റോറി എങ്ങനെയാണ് സമൂഹത്തിൽ ഇനിക്വാലിറ്റി തുല്യതയില്ലായ്മ അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? The story Gajar Halwa certainly reads as a sharp indictment of the deep-seated social inequalities that scar Indian society, and the text supplies ample evidence for that reading. From the opening scenes in Salem, we are thrust into a world where poverty is not backdrop but a relentless force that shapes every human interaction. Perimai's mother, a woman who went to work every day, even on days when she was sick or when her stomach was empty, is forced to haul gravel on a highway that will ultimately leave her family destitute once the project ends. Her husband, described bluntly as a lazy, drunken bastard, abandons the household, leaving the mother to shoulder the entire burden of survival. The stark contrast between the mother's back-breaking labor and the father's absence underscores how gender and economic vulnerability intersect to produce a cycle of exploitation that the narrative never let us forget. ഇവിടെ സ്റ്റോറി ഗജാർ ഹൽവ എന്ന് പറയുന്ന ഈ സ്റ്റോറിയിൽ പെരുമായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അതിലോട്ട് വരുന്ന ഒരു പെരുമായി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കഥ പിന്നെ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവളുടെ അമ്മ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അവൾ എപ്പോഴും കുട്ടികളുടെ അടുത്ത് സ്ക്രീം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്തുകൊണ്ട്. കാരണം അവളുടെ സാഹചര്യങ്ങൾ അതായിരുന്നു. അവളായിരുന്നു അവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഭക്ഷണം ഒന്നും ഇല്ലെങ്കിലും, എത്ര വയ്യ എങ്കിലും അവൾ ജോലിക്ക് പോകുമായിരുന്നു. പണി ചെയ്തിട്ടാണ് കുടുംബം നോക്കിയിരുന്നത്. കുട്ടികളുടെ എഡ്യൂക്കേഷനായിട്ട്, കുട്ടികളുടെ ഭക്ഷണമായിട്ട് എല്ലാം തന്നെ ഇവൾ തന്നെയാണ് നോക്കിയിരുന്നത്. ഇവരുടെ ഫാദർ ഇവരെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ഫാദർ ഒട്ടും തന്നെ മേഴ്സി അല്ലെങ്കിൽ ഒട്ടും തന്നെ കരുണ ഇവരോട് കാണിക്കാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ചിത്രീകരണത്തെ തന്നെയാണ് നമുക്ക് ഇവിടെ കാഴ്ചവെക്കുന്നത്.
When Perumal is sent to Delhi, the story moves the critic from the rural periphery to the urban core, exposing another layer of inequality in the cramped garage room that serves as her new home. She encounters a hierarchy that mirrors that one she left behind. Chellamma, a former village girl turned informal recruiter, now extracts 50 rupees a month from Perimai's meager wages, while the unnamed mistress treats the young maid as an invisible cog in her household machine. The mistress's indifference, she does not ask her name, does not ask why she has come, highlights how the urban middle class can remain oblivious to the human cost of their comfort. The repeated description of the mistress's white coat and flat slippers, juxtaposed with Perimai's bright, threadbare sarees, visualize the charm between the privileged and the dispossessed. ഇവിടെ ഇവരുടെ വില്ലേജിൽ ഈ പെരുമായിയുടെ അമ്മ ഇത്രയും അധികം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു നെയ്ബർ വന്നിട്ട് പറയുകയാണ്, ഇവിടെയുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ ജോലിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, ഇവിടെ ഡൽഹിയിലോട്ട് ജോലിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെരുമായി ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ വളരെ ചെറിയൊരു മുറിയാണ് അവൾക്ക് കിട്ടുന്നത്. അവിടെയാണെങ്കിൽ യൂറിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് പിന്നെ വെള്ളമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെയാണ് പെരുമായി കടന്നു പോകുന്നത്. അവിടുത്തെ കസ്റ്റം അനുസരിച്ചിട്ട് അവിടുത്തെ മെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എന്താ പറയുക, ഇവരുടെയൊക്കെ മിസ്ട്രസ് ഇവരോട് എന്തിനാണ് വന്നതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും തന്നെ സംസാരിക്കില്ല. ജസ്റ്റ് ഇവരൊരു മെഷീൻ പോലെയാണ് കണക്കാക്കുന്നത്. ഇവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ഹ്യൂമൻ കൺസിഡറേഷനൊന്നും തന്നെ ഇവർക്ക് കൊടുക്കുന്നില്ല. പിന്നെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് പേ ചെയ്യുന്നത്. ആ പേയ്മെൻറ്റിൽ നിന്നും 50 റുപ്പീസ് ഇവർ ഈ പറയുന്ന പെരുമായി ചെല്ലമ്മയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഈ ചെല്ലമ്മ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ആ 50 റുപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വില്ലേജിലോട്ട് വന്ന് ഇവിടെ ഇവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതുപോലെ പെൺകുട്ടികളെ ഡൽഹിയിലോട്ട് കൊണ്ടുപോകുന്നത്. The central symbol of the Gajar Halwa itself becomes a scathing comment on these disparities. The labor-intensive process of peeling, grating and stirring carrots mirrors Perimai's own exploitation. Her fingers become stiff, her arm numb, yet the sweet dish is presented as a reward for the mistress's family. Hariharan's narration, the city sucks in and absorbs numerous Chellamma and Perimais who becomes a part of its thickening and red sweetness. Uses the halwa to illustrate how the city appetite for cheap labor consumes the lives of the poor, turning their suffering into a delicacy for the affluent. By embedding this metaphor within the realistic domestic setting, the story forces readers to confront the everyday cruelty that underpins social inequality. The silent acceptance of a system that allows a child to be a little mother while denying her an education and that lets a woman's faith in a better life be reduced to a garnish on a dessert. In sum, Gajar Halwa does not merely depict hardships, it deliberately exposes the structural injustices that permits such hardships to persist. Through its vivid characters, stark contrasts, and the symbolic weight of the halwa, the narrative delivers a scathing, unflinching commentary on class, gender, and regional divides, urging the reader to recognize that the sweetness of privilege is built upon the bitter toil of the marginalized. ഇവിടെ ഗജാർ ഹൽവ എന്ന് പറയുന്നത് ഒരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ഗ്രൈൻഡ് ചെയ്യുക, അങ്ങനെ ഒത്തിരി പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രോസസ്സ് ഗ്രേറ്റ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക, അങ്ങനെ കുറേ പീലിംഗ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്. ആര് ചെയ്യുന്നത്? ഈ പറയുന്ന ഈ പെൺകുട്ടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കധികം കഷ്ടപ്പാട് നടത്തുന്നത് ആ ഒരു ഫാമിലിക്ക് ഒരു സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളിതൊക്കെ ഉണ്ടാക്കുന്നത്.
നടക്കുന്നത്. അപ്പോൾ അത്രയും ഹാർഡ്ഷിപ്പ് അവൾ ഇങ്ങനെ എന്താ പറയുന്നത്, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഹൽവയ്ക്ക് വേണ്ടി സ്റ്റേർ ചെയ്ത് ഇങ്ങനെ ഇളക്കി അവളുടെ കൈകളിലൊക്കെ നമ്പ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും അധികം ഹാർഡ്ഷിപ്പിൽ കൂടിയാണ് ഈ ചെറിയ പെൺകുട്ടി കടന്നു പോകുന്നത്. അവൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഒന്നും തന്നെ ഇവിടെ ലഭിക്കുന്നില്ല. അതിൻ്റെ എല്ലാം കാരണം എന്താ, ആ ചെല്ലമ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു 50 രൂപ അവൾക്ക് ആവശ്യമാണ് ഓരോ പെൺകുട്ടികളിൽ നിന്നും. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ പെൺകുട്ടികളെ ഡൽഹി എന്ന് പറയുന്ന കുറേ അധികം സ്ഥലങ്ങളിലോട്ട് കടത്തി വിടുകയും ഇവർക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസത്തിനൊക്കെ പകരം തന്നെ ഇവർ ജോലി ചെയ്താണ് ഇവർ ജീവിക്കുന്നത്, ഇവർ കുടുംബം ജീവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവർ ചെയ്തിട്ടും ഇവർക്ക് കിട്ടുന്നുണ്ടോ വല്ല പരിഗണനയും? അതും ഇല്ല. അപ്പോൾ റീജിയൻ, കാസ്റ്റ് ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിമിനേഷനാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.